ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇക്കഴിഞ്ഞ ജൂൺ 5 മുതൽ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഷിഫ്റ്റുകളിൽ പൊളിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഇക്കഴിഞ്ഞ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്? 85th, 86th, 91st ആൻഡ് 88th. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. സോ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ത് ചെയ്തത്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയത്. ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A ആണ്. സോ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തായിട്ട് മാറിയത്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറിയിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനും NTPCയുടെ എക്സാംസിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയതെന്നുള്ള ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 21A. സോ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താക്കി മാറ്റി? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. ആൻഡ് ഏത് ആർട്ടിക്കിളിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി ആഡ് ചെയ്തേക്കുന്നത്? ആർട്ടിക്കിൾ 21A. ഇനി 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 വേറെയും ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്, DPSP ആണ്. സോ ഈ ഒരു അമെൻമെന്റ് പ്രകാരം ആർട്ടിക്കിൾ 45 എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു അമെൻമെന്റിന് ശേഷം ആർട്ടിക്കിൾ 45ന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 0 to 6 years, അതായത് ജനിച്ച് വീണത് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ, അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള DPSP ആണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. അതുകൂടാതെ ഈ ഒരു 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു? പുതിയതായിട്ട് ആഡ് ചെയ്തു. അതായത് ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 51A ഒറിജിനലി 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 ശേഷം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു? പുതിയതായിട്ട് ആഡ് ചെയ്തു. സോ ഈ ഒരു അമെൻമെന്റിന് ശേഷം ഇപ്പോൾ നമുക്ക് ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നിലവിൽ ഉള്ളത്. സോ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പുതുതായിട്ടൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആഡ് ചെയ്തു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള DPSP ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് DPSPയുടെ വേർഡിങ്സ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അത് പ്രകാരം ഇപ്പോൾ 6 years വരെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. സോ ആർട്ടിക്കിൾ 51A ഒറിജിനലി 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു അമെൻമെന്റിന് ശേഷം പുതിയൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അങ്ങനെ മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഈ ഒരു അമെൻമെന്റിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിലവിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 226 ഗ്രാൻസ് ദ പവർ ടു ഇഷ്യൂ റിറ്റ്സ് ടു. സോ ആർട്ടിക്കിൾ 226 റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, പ്രസിഡന്റ് ആൻഡ് ഗവർണർ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈക്കോർട്ടാണ്. സോ ആർട്ടിക്കിൾ 226 പ്രകാരം റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഹൈക്കോർട്ടിനാണ് ഉള്ളത്. ഹൈക്കോർട്ടിനെ കൂടാതെ സുപ്രീം കോർട്ടിനും എന്ത് ചെയ്യാൻ പറ്റും? റിറ്റ്സുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് ആർട്ടിക്കിളാണ് സുപ്രീം കോർട്ടിന് പവർ കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 32. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോർട്ടിന് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ എന്നുള്ളതും എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 32 ആണ് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ സുപ്രീം കോർട്ടിന് കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 226 ആണ് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഹൈക്കോർട്ടിന് കൊടുക്കുന്നത്. ഇനി സുപ്രീം കോർട്ടിനും അതുപോലെ തന്നെ ഹൈക്കോർട്ടിനും 5 രീതിയിലുള്ള റിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. സോ ആർട്ടിക്കിൾ 32 പ്രകാരവും ആർട്ടിക്കിൾ 226 പ്രകാരവും 5 ടൈപ്പ് ഓഫ് റിറ്റ്സ് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് റിറ്റ്സ്? ഹേബിയസ് കോർപ്പസ്. സോ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, prohibition,
സെർഷ്യോറി ക്വോ വാറണ്ടോ. ഇങ്ങനെയുള്ള 5 റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവറാണ് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, ക്വോ വാറണ്ടോ. ഈ 5 റിറ്റ്സും ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിനും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിനും എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റേതെങ്കിലും ഒരു കോർട്ടിനും എന്ത് ചെയ്യാൻ പറ്റും? റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കാനായിട്ട് സാധിക്കും. ആർക്കാണ് സാധിക്കുന്നത്? പാർലമെന്റിന് സാധിക്കും. സോ പാർലമെന്റിന് വേണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും കൂടാതെ മറ്റേതെങ്കിലും കോർട്സിന് കൂടി എന്ത് ചെയ്യാൻ പറ്റും? റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കാനായിട്ട് സാധിക്കും. സോ പാർലമെന്റിന് മാത്രമാണ് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒഴികെ മറ്റേതൊരു കോർട്ടിനും റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കാനുള്ള ഓതറൈസേഷൻ ഉള്ളത്. സോ ഈ ഓതറൈസേഷൻ ആരാണ് കൊടുക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കൊടുക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രകാരം പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും കൂടാതെയുള്ള മറ്റ് കോർട്ടുകൾക്ക് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കാനായിട്ട് സാധിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which article specifies uniform civil code? യൂണിഫോം സിവിൽ കോഡ് സ്പെസിഫൈ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44, 45, 46, 47. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണ്. സോ ആർട്ടിക്കിൾ 44 ആണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ. സോ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണ്. ഇനി ആസ് യു ഓൾ നോ, ആർട്ടിക്കിൾ 36 മുതൽ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പറയുന്നത്. ആൻഡ് അതിനകത്തുള്ള ആർട്ടിക്കിൾ 44ലാണ് എന്തിരിക്കുന്നത്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. which means യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി തന്നെയാണ്. ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാമത്തെ പാർട്ടിലാണ് DPSP കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് DPSPയുടെ കോൺസെപ്റ്റ് നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? DPSPയുടെ കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. സോ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ചുള്ള ആ ഒരു ഐഡിയ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which part of the constitution deals with fundamental duties? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ഏതാണ്? പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 4A, പാർട്ട് 5. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാർട്ട് 4A ആണ്. പാർട്ട് 4A ആണ് എന്ത് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്തെ പാർട്ട് എന്ന് പറയുന്നത്. സോ പാർട്ട് 4Aയിൽ ഒരേ ഒരു ആർട്ടിക്കിൾ 51Aയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 51A ഒരേ ഒരു ആർട്ടിക്കിളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ ഇപ്പോൾ നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ ഉള്ളത്. ആൻഡ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4Aയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു അമെൻമെന്റ് പ്രകാരമാണ്. അതായത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. 1976ലെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. 1976ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് പുതിയൊരു പാർട്ട് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു, പാർട്ട് 4A. ആൻഡ് ഒരേ ഒരു ആർട്ടിക്കിളിലാണ് ഈ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉള്ളത്, ആർട്ടിക്കിൾ 51Aയിൽ. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് അതിനുശേഷം 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002, 2002ലെ 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു? ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണ് ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയത്. സോ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്തത്.
അതിനുശേഷം 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പ്രകാരം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആകെ മൊത്തം ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ ഉള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which article of the constitution deals with the president's rule? പ്രസിഡൻസ് റൂളിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് ഇതിലേത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360, ആർട്ടിക്കിൾ 370. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 356 ആണ്. സോ ആർട്ടിക്കിൾ 356 ആണ് പ്രസിഡൻസ് റൂളിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ. സോ പ്രസിഡൻസ് റൂളിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ 356 ആണ്. ആൻഡ് ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത് നാഷണൽ എമർജൻസിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സോ നാഷണൽ എമർജൻസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 ആണ്. സോ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ എമർജൻസിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സോ 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡൻസ് റൂൾ ആൻഡ് 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഇത് മൂന്നുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എമർജൻസി പ്രൊവിഷൻസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 3 എമർജൻസീസ്. 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡൻസ് റൂൾ ഓർ സ്റ്റേറ്റ് എമർജൻസി, 360 ഫൈനാൻഷ്യൽ എമർജൻസി. ഇനി 370 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജമ്മു ആൻഡ് കാശ്മീരിന് കൊടുത്തിരുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370. സോ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ജമ്മു ആൻഡ് കാശ്മീർ അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ആയിരുന്നു. ആൻഡ് ഈ ഒരു ആർട്ടിക്കിൾ എന്തില്ല, ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തില്ല. സോ 2019 ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ആർട്ടിക്കിൾ 370 എന്ത് ചെയ്തു, റിമൂവ് ചെയ്യപ്പെട്ടു. സോ 2019 ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്ത് കളഞ്ഞു. സോ ആർട്ടിക്കിൾ 370 റൈറ്റ് നൗ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഇന്ത്യൻ പാർലമെന്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഹൗ മെനി പാർട്സ്? ഇന്ത്യൻ പാർലമെന്റിന് എത്ര പാർട്സ് ഉണ്ട്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 4. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3 ആണ്. സോ ഇന്ത്യൻ പാർലമെന്റിന് 3 പാർട്സ് ആണുള്ളത്. സോ പാർലമെന്റിന്റെ പാർട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ കമ്പോണൻസ് ഏതൊക്കെയാണ്? സോ പാർലമെന്റ് ഓഫ് ഇന്ത്യക്ക് 3 കമ്പോണൻസ് ആണുള്ളത്. സോ പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻസ്. 3 കമ്പോണൻസ് ആണ് പാർലമെന്റ് ഓഫ് ഇന്ത്യയിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ പ്രസിഡന്റ്. സോ പ്രസിഡന്റ് ആണ് പാർലമെന്റിന്റെ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോക്സഭ. സോ സെക്കൻഡ് വൺ ഈസ് ലോക്സഭ ഓർ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ. സോ ലോക്സഭ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദി പീപ്പിൾ ആണ് രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് കമ്പോണന്റ് ഈസ് രാജ്യസഭ ഓർ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. സോ തേർഡ് കമ്പോണന്റ് ഈസ് രാജ്യസഭ ഓർ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇതാണ് മൂന്നാമത്തെ കമ്പോണന്റ്. സോ പാർലമെന്റ് ഓഫ് ഇന്ത്യക്ക് 3 കമ്പോണൻസ് ആണുള്ളത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ലോക്സഭ ഓർ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ, രാജ്യസഭ ഓർ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ലോക്സഭ ഓർ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് രാജ്യസഭ ഓർ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇങ്ങനെ 3 പാർട്സ് ആണ് പാർലമെന്റിന് ഉള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ 3 കാറ്റഗറീസ് അല്ലെങ്കിൽ പാർലമെന്റ് ഓഫ് ഇന്ത്യക്ക് 3 പാർട്സ് ആണുള്ളത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ലോക്സഭ ഓർ ഹൗസ് ഓഫ് ദി പീപ്പിൾ, രാജ്യസഭ ഓർ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. Next question, the Panchayati Raj system was introduced for the first time in which state? ഏത് സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി പഞ്ചാബ് ആൻഡ് ഓപ്ഷൻ ഡി കേരള. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രാജസ്ഥാൻ ആണ്. സോ രാജസ്ഥാനിലാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ 1959 എന്ത് ചെയ്യുന്നത്, രാജസ്ഥാനിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം രാജസ്ഥാനെ ഫോളോ ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്തു, പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതും 1959 തന്നെയാണ്.
സോ 1959 രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് രാജസ്ഥാനെ ഫോളോ ചെയ്തുകൊണ്ട് രണ്ടാമതായിട്ട് ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്തു, പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത്, അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത് പിന്നീട് ഒരു അമെൻമെന്റ് പ്രകാരമാണ്. 73rd Constitutional Amendment Act of 1992. സോ 1992-ലെ 73rd Constitutional Amendment Act പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത്. സോ 73rd Constitutional Amendment Act of 1992 ഇത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത്. Next question. The directive principles of state policy is inspired from the constitution of which country? ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSPs നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്? USA, റഷ്യ, അയർലൻഡ് ആൻഡ് UK. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അയർലൻഡ് ആണ്. കാരണം DPSP നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, DPSP നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. So DPSP is adopted from the Irish Constitution. Which day is celebrated as the Constitution Day? Next question. Which day is celebrated as the Constitution Day? ഏത് ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്? 15th August, 26 November, 26 January, 2nd October. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 26 നവംബർ ആണ്. ഇനി എന്തുകൊണ്ട് 26 നവംബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 26 നവംബർ 1949 എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 26 നവംബർ 1949. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത് 26 നവംബർ 1949 സോ അതുകൊണ്ടാണ് 26 നവംബർ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്നത്, ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്നത് പിറ്റേ വർഷം 26 ജനുവരി 1950 സോ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് 26 നവംബർ 1949 ആൻഡ് അതുകൊണ്ടാണ് 26 നവംബറിനെ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുന്നത് പിന്നീട് 26 ജനുവരി 1950 Next question. Which article of the Indian Constitution is related to fundamental rights? ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 12 to 35, ആർട്ടിക്കിൾസ് 36 to 51. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് 12 to 35 ആണ്. സോ ആർട്ടിക്കിൾസ് 12 to 35 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ആൻഡ് പാർട്ട് 3 ആർട്ടിക്കിൾസ് 32, സോ ആർട്ടിക്കിൾസ് 12 to 35. സോ പാർട്ട് 3 ആർട്ടിക്കിൾസ് 12 to 35, 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 14 എന്ത് തന്നെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്. ആർട്ടിക്കിൾ 32 എന്ത് തന്നെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആർട്ടിക്കിൾ 12 to 35 ആണ്. കാരണം 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസും എന്ത് തന്നെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണ്. എവിടെയാണുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾസ് 36 to 51. സോ ആർട്ടിക്കിൾസ് 36 to 51 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പാർട്ട് 4 എന്ന് പറയുന്നത് എന്താണ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. സോ ആർട്ടിക്കിൾസ് 36 to 51 എന്ന് പറയുന്നത് DPSP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്, ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാമത്തെ പാർട്ടിൽ ആർട്ടിക്കിൾസ് 36 to 51 വരെയാണ് DPSPയെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വേർ ബോഡോ
Dogri, Maithili and Santali languages were added to the 8th schedule. So 8th schedule ഈ 4 ലാംഗ്വേജസും ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ 86th, 92nd, 94th and 97th. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2003. സോ 2003 92ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്തലി ലാംഗ്വേജസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത്. ആൻഡ് ലാംഗ്വേജസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലാംഗ്വേജസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത് 8th ഷെഡ്യൂളാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈറ്റ് നൗ 8th ഷെഡ്യൂളിൽ 22 ലാംഗ്വേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ 22 ലാംഗ്വേജസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂളിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ 4 ലാംഗ്വേജസും ബോഡോ, ഡോഗ്രി, മൈഥിലി ആൻഡ് സന്തലി ലാംഗ്വേജസ്, ഈ 4 ലാംഗ്വേജസും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2003 പ്രകാരമാണ് എന്ത് ചെയ്തത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതുവരെയുള്ള സെഷൻസിൽ പോളിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഐ ഹോപ്പ് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന്. That's all for today. Thank you.